അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ വീഡിയോയിലൂടെ 2ാം ക്ലാസ്സിലെ അഖീദയിലെ കൊല്ലപ്പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, മറ്റു വിദ്യാർത്ഥികളിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശം ബ്രാക്കറ്റിൽ കൊടുത്തതിൽ ഏതാണെന്ന് താഴേക്ക് എഴുതിയെടുക്കുക. ശരിയായത് ഹാഷിമി വംശം. 2, മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് എത്ര വയസ്സായിരുന്നു? 53. മൂന്നാമത്തെ ചോദ്യം, മാതാവ് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ്. ഉമ്മ മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? 6 വയസ്സ്. ബ്രാക്കറ്റിൽ 6 എന്ന് കാണാം, താഴേക്ക് എഴുതിയെടുക്കുക. 4, ഈ ലോകം നശിക്കുന്ന നാളിന് പറയുന്നു. ഈ ലോകം നശിക്കുന്ന നാളിന് പറയുന്ന പേര് ഖിയാമത്ത് നാൾ. 5, എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബി. ബ്രാക്കറ്റിൽ കാണാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6, തൗറാത്ത് ലഭിച്ച നബി. തൗറാത്ത് എന്ന ഗ്രന്ഥം ലഭിച്ച നബി മൂസാ നബി അലൈഹിസ്സലാം. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. പറയുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ നബി. ഉത്തരം ആദം നബി അലൈഹിസ്സലാം. 2, ഇഞ്ചീൽ ലഭിച്ച നബി. ഇഞ്ചീൽ എന്ന ഗ്രന്ഥം ലഭിച്ച നബി ഈസാ നബി അലൈഹിസ്സലാം. 3, ജീവികളിൽ ഉത്കൃഷ്ടർ. നമ്മൾ പഠിച്ചതാണ്. ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ. 4, തീറ്റയും കുടിയുമില്ലാത്തവർ. മലായിക്കത്തുകൾ. അവർക്ക് തീറ്റയും കുടിയൊന്നുമില്ല എന്ന് നമ്മൾ പാഠത്തിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1, മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക്? മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക്? ഉത്തരം, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. ചോദ്യം 2, നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത്? അതിൻ്റെ കൂടെ നമ്മൾ എന്താണെന്ന് ചേർക്കേണ്ടത്? ഇൻഷാ അല്ലാഹ്. ഉത്തരം ഇൻഷാ അല്ലാഹ്. ചോദ്യം 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ എവിടെയാണ് ഖബറടക്കപ്പെട്ടത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്ടിൽ. ചോദ്യം 4, പ്രധാനികളായ 10 മലക്കുകളിൽ നിന്ന് 3 പേരെഴുതാം. എല്ലാ മലായികത്യങ്ങളുടെയും പേരുകൾ പഠിച്ചു വെക്കുക. 10 മലായികത്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 10 മലക്കുകളുടെ പേരുകൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും. 1, ജിബ്രീൽ അലൈഹിസ്സലാം. 2, ഇസ്രാഫീൽ അലൈഹിസ്സലാം. 3, മീകായിൽ അലൈഹിസ്സലാം. 4, അസ്റായിൽ അലൈഹിസ്സലാം. 5, മുൻകർ അലൈഹിസ്സലാം. 6, നക്കീർ അലൈഹിസ്സലാം. 7, റഖീബ് അലൈഹിസ്സലാം. 8, അതീദ് അലൈഹിസ്സലാം. 9, മാലിക് അലൈഹിസ്സലാം. 10, റിളുവാൻ അലൈഹിസ്സലാം. ഇവയിൽ നിന്നും 3 മാത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5ാമത്തെ ചോദ്യം, ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എന്താണുണ്ടാവുക?
നമ്മൾ ഈ കാണുന്ന ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉത്തരം, ജീവികളും കൃഷിയും ഒന്നും ഉണ്ടാവില്ല, എല്ലാം നശിക്കും. ചോദ്യം 6. നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിസ്തരുമാണവർ ആര്? നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണ് അവർ ആര്? ഉത്തരം, അംബിയ മുർസലുകൾ. അവസാനത്തെ പ്രവർത്തനം അർത്ഥം എഴുതാം. ഒന്നാമത്തത് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ അർത്ഥം എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഖീദയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.